എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജനുവരി 14-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന 6 ജില്ലകളിൽ നാളെ ചൊവ്വാഴ്ച ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. തൈപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ 6 ജില്ലകളിൽ നാളെ 2025 ജനുവരി 14-ാം തീയതി ചൊവ്വാഴ്ച പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത്. നേരത്തെ തന്നെ സർക്കാർ വിജ്ഞാപനം ചെയ്ത് ഔദ്യോഗിക കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവധിയാണ് ഈ ദിവസത്തേത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിലാണ് പ്രാദേശിക അവധി ഉള്ളത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ് ഇവ. ശബരിമല മകരവിളക്ക്, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മകരശീവേലി എന്നിവയും നാളെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്: നിങ്ങളുടെ കയ്യിൽ 10,000 രൂപയോ അതിൻ്റെ ഗുണിതങ്ങളോ ഉണ്ട് എങ്കിൽ കേരള സർക്കാരിന് കടം കൊടുക്കാം. കേരളം മാത്രമല്ല, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഉൾപ്പെടെ 10 സംസ്ഥാന സർക്കാരുകൾക്കും നിങ്ങൾക്ക് കടം കൊടുക്കാനാകും. ഈ സംസ്ഥാനങ്ങളിൽ ചേർന്ന് നാളെ റിസർവ് ബാങ്കിൻ്റെ RBI നാളെ ചൊവ്വാഴ്ച റിസർവ് ബാങ്കിൻ്റെ RBI കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇ കുബേർ സംവിധാനത്തിലൂടെ 17,919 കോടി രൂപ കടമെടുക്കുന്നുണ്ട്. ഇ കുബേറിലൂടെ കടപ്പത്രം ലേലം ചെയ്താണിത്. മിനിമം 10,000 രൂപയാണ് കടപ്പത്രത്തിൽ നിക്ഷേപിക്കാനാവുക. തുടർന്ന് അതിൻ്റെ ഗുണിതങ്ങളും ശമ്പളം, പെൻഷൻ വിതരണം, വികസന പദ്ധതിക്ക് പണം ഉറപ്പാക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ കടം എടുക്കുന്നത്. ഇതിനുള്ള വഴിയാണ് സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺ അഥവാ SDL. റിസർവ് ബാങ്കാണ് സംസ്ഥാന സർക്കാരുകളുടെ കടപ്പത്രങ്ങൾ ഇറക്കിയുള്ള കടമെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത്. കേരളം നാളെ 2,500 കോടി രൂപയാണ് കടമെടുക്കുന്നത്. 19 വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് കടപ്പത്രം ഇറക്കിയിട്ടുള്ളത്. അർദ്ധവാർഷികമായി നിക്ഷേപിക്കുന്നവർക്ക് ഇതിൻ്റെ പലിശ കിട്ടും. ഓരോ വർഷവും ജൂലൈ 15, ജനുവരി 15 തീയതികളിലാണ് മെച്യൂരിറ്റി കാലങ്ങളിലായി പലിശ ലഭിക്കുക. ഓഹരി, മ്യൂച്വൽ ഫണ്ട്, ബാങ്ക് FD തുടങ്ങിയവക്ക് സമാനമായ നിക്ഷേപ മാർഗമാണിത്. ബീഹാർ 2,000 കോടി, ഗുജറാത്ത് 2,000 കോടി, ഹരിയാന 1,000 കോടി, ജമ്മു കാശ്മീർ 300 കോടി, കർണാടക 2,000 കോടി, മഹാരാഷ്ട്ര 5,000 കോടി, മിസോറാം 119 കോടി, പഞ്ചാബ് 2,000 കോടി, തമിഴ്നാട് 1,000 കോടി എന്നിങ്ങനെയാണ് നാളെ കടമെടുക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷം 17,600 കോടി രൂപയാണ് ഇനി മാർച്ച് വരെ സംസ്ഥാന സർക്കാർ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അനുവദിച്ചത് 8,000 കോടി രൂപയാണ്. ഇത് പ്രകാരമാണ് നാളെ 2,500 കോടി രൂപ കടമെടുക്കുന്നത്. നടപ്പ് വർഷം സംസ്ഥാന സർക്കാർ 35,212 കോടി രൂപ കടമെടുത്തു. ഏകദേശം 12,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിമാസ വരുമാനം. ചിലവാകട്ടെ 15,000 കോടി രൂപയുമാണ്. ഓരോ മാസവും 3,000 കോടി രൂപയാണ് അധികമായി കണ്ടെത്തേണ്ടത്. ഇതിനാണ് ഈ കടമെടുപ്പുകൾ നടത്തുന്നത്. ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെ ഇതിൽ വരും. സംസ്ഥാനത്തിന് കേന്ദ്ര നികുതി വിഹിതമായി 3,330.83 കോടി രൂപ അനുവദിച്ച് കിട്ടിയതുമായി വാർത്ത കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ 2 മാസത്തേത് ഉണ്ടാകുമോ എന്ന് പല ആളുകളും ചോദിക്കുകയുണ്ടായി. നമ്മൾ നേരത്തെ തന്നെ 1 മാസത്തെ 1,600 ആയിരിക്കും ജനുവരി മാസത്തിൽ ലഭിക്കുക എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും 3,200 ഉണ്ടാവാൻ സാധ്യതയില്ലേ, കേന്ദ്രവിഹിതം ലഭിച്ചിട്ടുണ്ട്, വായ്പയും എടുത്താൽ 3,200 നൽകില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ജനുവരി മാസത്തിൽ കേന്ദ്ര നികുതി വിഹിതമായി സംസ്ഥാനത്തിന് 3,330.83 കോടി രൂപ കിട്ടി. ചൊവ്വാഴ്ച ദിവസം 2,500 കോടി രൂപ കടമെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മാർച്ച് 31 വരെ കടമെടുക്കാൻ അനുവദിച്ചിട്ടുള്ളത് 5,510 കോടി രൂപയാണ്. അതേസമയം മാർച്ച് വരെ ചെലവ് ക്രമീകരിക്കാൻ 17,000 കോടി രൂപയുടെ വായ്പക്കുള്ള അനുമതിക്ക് അപേക്ഷയിൽ കേന്ദ്രം ഇതുവരെ തീരുമാനം എടുത്തിട്ടുമില്ല. കഴിഞ്ഞ ഡിസംബർ മാസം വരെ 23,000 കോടി രൂപ കടമെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നു. പല തവണകളായിട്ട് 32,000 കോടി രൂപ കടമെടുക്കുകയും ചെയ്തു. ഇതിനു പുറമെയാണ് അധിക വായ്പക്ക് അനുമതി സംസ്ഥാന സർക്കാർ തേടിയത്. കേന്ദ്രത്തിന്റെ ഡിവിസീവ് പൂളിൽ സംസ്ഥാനങ്ങൾക്ക് മാറ്റിവെച്ച 1.73 കോടി രൂപയുടെ നികുതി വരുമാനത്തിൽ നിന്നാണ്
കേരളത്തിന് 3330.83 കോടി രൂപ അനുവദിച്ചത്. നികുതി വരുമാനത്തിൽ 41%മാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി പങ്കുവെക്കുന്നത്. കേരളത്തിന് കിട്ടുന്നത് മൊത്തം തുകയുടെ 1.92% മാത്രമാണ്. നേരത്തെ 3.42% വരെ കിട്ടിയിരുന്നു. 14ാം ധനകമ്മീഷൻ കാലയളവിൽ കേന്ദ്രം മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയതോടെയാണ് കേരളത്തിന് വിഹിതം വീണ്ടും കുറഞ്ഞത്. ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൂടുകയും ചെയ്തു. ഈ മാസം ഉത്തർപ്രദേശിന് 31,039.84 കോടി രൂപയാണ് ലഭിക്കുന്നത്. ബീഹാറിനാകട്ടെ 17,430.36 കോടി രൂപയും നികുതി ഇനത്തിൽ ലഭിക്കുന്നു. ഈ ഒരു സമയത്താണ് കേരളത്തിന് വെറും 33,030 കോടി രൂപ ലഭിക്കുന്നത്. അപ്പോൾ ഈ 33,330 കോടി രൂപ ലഭിച്ചു. നാളെ കടമെടുക്കുന്നത് 2,500 കോടി രൂപയാണ്. ഇനി കടമെടുക്കാനുള്ള അവശേഷിക്കുന്നത് മാർച്ച് വരെ കടമെടുക്കാൻ അവശേഷിക്കുന്നത് 5,500 കോടി രൂപക്ക് താഴെയാണ്. അപ്പോൾ മാർച്ച് വരെ, അതായത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് സർക്കാരിന് നിരവധി ചെലവുകളുണ്ട്. ഇതിലേക്ക് കൂടിയായിട്ടാണ് 17,000 കോടി രൂപ കൂടി ഇനിയും കടമെടുക്കാനുള്ള അനുമതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുള്ളത്. കേന്ദ്രം കനിഞ്ഞാൽ മാത്രമേ ഈ ഒരു കുടിശ്ശികയുള്ള 3,500 മാർച്ചിന് മുമ്പ് ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാ മാസവും 1,600 തന്നെയാണ് ലഭിക്കുക. ജനുവരി മാസത്തിൽ നമുക്ക് 1,600 തന്നെ ലഭിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് നമുക്ക് അറിയിപ്പ് വരെ കാത്തിരിക്കാം. നേരത്തെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. തുക വിതരണം 20-ന് ശേഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയാനുള്ളത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല. എന്തെങ്കിലും സൂചനകൾ ലഭിച്ചാൽ അത് വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. മഹാരാഷ്ട്രയ്ക്ക് പിന്നാലെ രാജസ്ഥാൻ സർക്കാരും 15 വർഷം കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങൾ പൊളിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. എല്ലാ സംസ്ഥാനങ്ങളോടും കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ പൊളിച്ചിട്ടില്ല എങ്കിൽ പിഴ ഈടാക്കുന്നതിന് വേണ്ടി കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി വീണ്ടും കേരള വിപണിയിലെത്തി. ഈ വർഷം ആദ്യം കിലോയ്ക്ക് 29 രൂപക്ക് വിതരണം ചെയ്തിരുന്ന അരിയാണ് ഇപ്പോൾ 22 രൂപക്ക് വിൽക്കുന്നത്. 5-10 കിലോ പാക്കുകളിലായിട്ടാണ് വിൽപ്പന. തുടക്കത്തിൽ തൃശൂർ, പാലക്കാട്, ആലുവ എന്നിവിടങ്ങളിലാണ് വൻ വിലക്കുറവോടെ ഭാരത് അരി വീണ്ടും വിപണിയിലെത്തിയത്. ഓരോ ജംഗ്ഷനിലും വണ്ടിയിൽ അരി എത്തിച്ചാണ് വിൽപ്പന നടത്തുന്നത്. നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ഏത് ചാക്ക് അരി വേണമെങ്കിലും വാങ്ങാം. നിലവിൽ സഹകരണ സ്ഥാപനമായ NCCF-ലൂടെയാണ് വിൽപ്പന നടത്തുന്നത്. വൻകിട ധാന്യപ്പൊടി കമ്പനികൾക്ക് ഉയർന്ന അളവിൽ ഗോതമ്പും ലഭ്യമാക്കുന്നുണ്ട്. ഉയർന്ന അളവിൽ ഈ ഗോതമ്പ് വേണം എങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ വാല്യൂ ജംഗ്ഷനിൽ രജിസ്റ്റർ ചെയ്ത് ടെൻഡർ കൊടുക്കേണ്ടതാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 2 വരെയാണ് രജിസ്ട്രേഷൻ സൈറ്റിൽ ചെയ്യാൻ കഴിയുക. ആദ്യഘട്ടത്തിൽ കേരളത്തിൽ ഗോതമ്പ് വിൽപ്പനയ്ക്ക് എത്തിയിരുന്നില്ല. ഒരു കമ്പനിക്ക് കുറഞ്ഞത് 1 ടൺ മുതൽ 10 ടൺ വരെ ഗോതമ്പ് വാങ്ങാൻ അവസരം ഉണ്ടാകും. വിവിധ ജില്ലകളിൽ വിലയിൽ വ്യത്യാസമുണ്ടാകും. 25 രൂപ 76 പൈസ മുതൽ 26 രൂപ 80 പൈസ വരെ ആയിരിക്കും വ്യത്യാസം ഉണ്ടാകുക. സംസ്ഥാനത്തെ ജനുവരി മാസത്തെ റേഷൻ പകുതി ദിവസങ്ങളിൽ പിന്നിടാൻ വേണ്ടി പോവുകയാണ്. ഇനിയും വാങ്ങാത്ത ആളുകൾ ഉടനെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ജനുവരി മാസത്തിൽ വിതരണം ചെയ്യേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി റേഷൻ വ്യാപാരികൾ അറിയിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാൻ തരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.